ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ, ഒരു ലോൺ സെറ്റ് ചെയ്യണം, ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വീട് പണിയണ സമയത്ത് നമുക്കിതെല്ലാം കൂടി നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ക്യാഷൊക്കെ ആവണതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഫ്രണ്ടിൽ ടൈല് ഈ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണുന്ന ഈ ടൈല് അത് ഞങ്ങൾ വീട് പണി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അത് ചെയ്തത്. അത് കഴിഞ്ഞ് അപ്പോൾ കുറച്ചൊരു ഏരിയ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോണിന് വേണ്ടിയിട്ട്. അപ്പോൾ ടൈലിട്ടതിന് ശേഷം ആ ഒരു പോർഷൻ അങ്ങനെ നമ്മൾ കൊടുത്തു ലോൺ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള പണികളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരാദ്യം ഫസ്റ്റിൽ നമുക്കിപ്പോൾ കാണിച്ചു തന്ന പോലെ പുല്ലുകളെല്ലാം ഉണ്ടായിരുന്നു. അതായത് പുല്ല് പെട്ടെന്ന് വരുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പുല്ല് ചെത്തലാണ് നമുക്ക് പരിപാടി. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോഴും ആണെങ്കിലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുവിധം കുഴപ്പമില്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയപ്പോൾ പിന്നെ നമ്മളത് എന്നാൽ പിന്നെ ചെയ്യാമെന്നുള്ള രീതിയായി. അപ്പോൾ ഫസ്റ്റ് തന്നെ അവരെല്ലാം വന്ന് ക്ലീൻ ചെയ്ത് മണ്ണുകളെല്ലാം ഇട്ടു. അതായത് അവിടെ നിന്ന് അവർ തന്നെയാണ് ചുവന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് അതെല്ലാം നിരപ്പാക്കി അവർ സെറ്റ് ചെയ്തത്. ഞങ്ങൾ ഈ ലോൺ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പാത്ത് വേ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ലോണിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഒരു പാത്ത് വേ സെറ്റ് ചെയ്ത് നടക്കണം എന്നുള്ളതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ രാത്രി ടൈമിലായാലും പകലാണെങ്കിലും നമുക്ക് ആ ഒരു നടക്കുക എന്നുള്ളത് വേറൊരു ഫീൽ തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം പറഞ്ഞു ആളോട്. ഒപ്പം ആളുടെ കുറച്ച് സജഷൻസും ആളുടേതായ കുറച്ച് ഐഡിയകളും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മെക്സിക്കൻ പുല്ല് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ അവർ മെക്സിക്കൻ പുല്ലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു ആളോട്, നമ്മുടെ ഈ പണിയുന്ന ആളോട്. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ്, നന്നായി ശ്രദ്ധിക്കണം, കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ കാലത്ത് പോകുമ്പോൾ രാത്രിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് മാറ്റി മത്തങ്ങപ്പുല്ലാണ് വെച്ചിട്ടുള്ളത്. മത്തങ്ങപ്പുല്ലാണെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ചെടികളെല്ലാം ആൾ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പിന്നെ അതുപോലെ ഈ ചട്ടികൾ ഇതെല്ലാം ആൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കലാത്തിയ പ്ലാന്റ്സ് ഇത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാൻ, അതായത് പനയാണ് കേട്ടോ. അത് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആൾ ചട്ടിയിലാക്കി വെക്കേണ്ടതാണ് ഭംഗി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചു. പിന്നെ ഈ ചൈന ഡോൾസ് ഇതൊക്കെയും ആൾ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഈ കോർണറുകളിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളാരങ്കല്ല് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെടി വെച്ച് ഭംഗിച്ചെടി വെച്ച് കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് കോർണറുകൾ നമുക്ക് പുല്ലിങ്ങനെ ഹമ്പ് ചെയ്തിട്ടുള്ള പോലെ സെറ്റ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അത് നമുക്ക് കുന്നുകളുടെ ആ ഒരു കോർണറിൻ്റെ ആ ഭാഗത്ത് വെയിൽ നന്നായി വരുന്ന ഏരിയയാണ് ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് ചിലപ്പോൾ വേഗം കരിയാൻ ചാൻസ് ഉണ്ട്, അതായത് വെയിൽ കൂടുതലുള്ള ഏരിയ വരുമ്പോഴേ. ഒപ്പം തന്നെ വെട്ടാനും, അതായത് അത് പുല്ല് വെട്ടാനും അവിടെ ആ ഭാഗങ്ങളിലൊക്കെയും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആൾ പറഞ്ഞ വഴി നമ്മൾ കോർണറുകളിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വെള്ളാരങ്കല്ല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റേ സൈപ്രസിൻ്റെ ഒരു ചെറിയ ചെടി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ കോർണറിൽ നമ്മൾ ഒരു ശംഖുപുഷ്പം ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെട്ടുകല്ലിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ആ വെട്ടുകല്ലിൽ നമുക്ക് വെട്ടുകല്ല് ഇങ്ങനെ ഒരു ആർച്ച് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ശംഖുപുഷ്പം വെക്കാം. ഒപ്പം തന്നെ കുറച്ച് റോസൊക്കെ വെക്കാം. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ ശംഖുപുഷ്പം ഈ കോർണറിൽ നിന്നുള്ള ആ ഒരു വെട്ടുകല്ലിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വീണ് കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാമെന്നൊക്കെ ആൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ആ ഒരു ഭാഗം കണ്ടപ്പോൾ ഒരു അടച്ച ഫീലിംഗ് ആയിരുന്നു, കാരണം നമുക്കതൊന്നും കാണുന്നില്ലല്ലോ ഒരറ്റത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളത് വേണോ പൊളിക്കണോ എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷേ ആൾ പറഞ്ഞ ഒരു ഐഡിയ വെച്ച് നോക്കിയപ്പോൾ അത് ശരിയായിരിക്കും, കാരണം നമ്മൾ എല്ലാവരും ചെയ്യുന്നതിന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, അതൊരു ഭംഗിയായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കിയപ്പോൾ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന് വെട്ടി ഒതുക്കണം അങ്ങനെ. പിന്നെ ഇനി ഈ കിണറിൻ്റെ ഭാഗം കൂടിയും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഗ്രില്ലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ അങ്ങനെയാണ് ആൾ പറഞ്ഞത്. അതൊരു ഗ്രില്ല് അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും അത് ഭംഗിയുണ്ടായിരിക്കും എന്നുള്ളത്. എന്നാലും ഞങ്ങളത് പിന്നത്തേക്ക് മാറ്റി വെച്ചു, ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടോ ആ ഒരു കോർണറിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ടെർമിനാലിയ മേടിച്ചു. അത് ഒരു വലിയ ഇതിനാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറച്ചും കൂടിയും റേറ്റ് കൂടുതലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വെച്ചിട്ടുള്ളതിന് ഏകദേശം ഒരു 1500 അടുത്ത് അങ്ങനെ വരുന്നുള്ളൂ. ശരിക്കുള്ളതിന് അതിനൊരു 4000 അബവ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ മേടിക്കാം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അപ്പോൾ ആൾ കുറച്ചും കൂടി റേറ്റ് കുറവിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ മാവിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഇങ്ങനെ കറ പോലെ വീഴുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ടില്ല വീഡിയോയിൽ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ മഴ വരുമ്പോഴേ മഴയുടെ ആ മാവിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഒറ്റകൾ ഇങ്ങനെ വീഴുമ്പോൾ അതൊരു പൂപ്പൽ പോലെ പിടിച്ച് നിൽക്കുകയാണ്. അത് കുഴപ്പമില്ല, നമുക്കത് ക്ലീൻ ചെയ്യാൻ എന്തായാലും. ഇപ്പം ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞിട്ട് വേണം അതും കൂടിയും ചെയ്യാനായിട്ട്. പിന്നെ ഈ മരത്തിൻ്റെ തെങ്ങിൻ്റെ ഇടയിൽ കുറച്ച് ലില്ലി, സ്പൈഡർ ലില്ലി അങ്ങനത്തെ പോലത്തെ കുറച്ച് ചെടി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെയും അവർ തന്നെയാണ് ചെയ്തത്.
പിന്നെ ഇടയിൽ നമ്മൾ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ മാവിൻ്റെ അറ്റത്തായിട്ടും അവർ നല്ലൊരു റെഡ് കളറിലുള്ളൊരു ചെടി വെച്ച് തന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കുറച്ചും വെയിലത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരത് പ്ലാൻ ചെയ്തത്. പിന്നെ അത് ഞങ്ങൾ ഈ പ്ലാവ് വെട്ടണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ ആൾ പറഞ്ഞത് വേണ്ട, നമുക്ക് വെട്ടി ഒതുക്കി നിർത്താം, അത് ഒരു ഭംഗിയാണ്, ഒരു ഫ്രൂട്ട് മരം നമ്മുടെ ഇടയിൽ, അതായത് അതിൻ്റെ ഇടയിൽ ഗാർഡൻ്റെ ഇടയിലുള്ളതൊരു ഭംഗിയാണ്, അപ്പോൾ അത് വെട്ടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെമ്പരത്തി ആൾ അത് വെച്ച് തന്നു ഇടകളിൽ. അതായത് നമ്മൾ ഈ ലോണിൻ്റെ ഇടയിൽ നമ്മൾ പൂവുള്ള ചെടികൾ വെക്കുന്നതിനേക്കാൾ നല്ലത് കൂടുതലും ഇങ്ങനത്തെ സൈപ്രസ് അല്ലെങ്കിൽ പിന്നെ ഈ ഇപ്പോൾ കളറായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അത് വെക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ പൂവുള്ള ചെടികളൊക്കെ വെക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ആൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ സെറ്റ് ചെയ്യണം, എൻ്റെ ഒരു ഭംഗി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡുകളിലായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മതിലുകളിൽ നമുക്ക് അതുപോലെ സ്റ്റാൻഡ് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമ്പോൾ നമുക്ക് വെക്കാം, പൂച്ചെടികളൊക്കെ വെക്കാം എന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഗാർഡൻ മേക്ക് ഓവറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കത് ചെയ്യാം. അധികം കോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നത്, അഫോർഡബിളാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്തതും. അപ്പോൾ എന്തായാലും വളരെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. മുമ്പത്തെ ഫസ്റ്റത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എപ്പോഴും പുല്ല് ചെത്തലെന്ന് പറയുന്നത് എളുപ്പമല്ല. പിന്നെ കുട്ടികളൊക്കെ കളിക്കുന്ന ഏരിയയാണ്, സൈക്കിൾ ചവിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗം കുറച്ചും കൂടി ഒരു നീറ്റായി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. എന്തായാലും അവരുടെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. സോ പ്ലീസ് സബ്സ്ക്രൈബ്.